ഇവനെ പറ്റിയാണോ നെഗറ്റീവ് എന്ന് തുടങ്ങും? ചുമ്മാ പോസിറ്റീവ് എന്ന് പറഞ്ഞ ആള് പോസിറ്റീവ് എങ്ങനെ ആലോചിക്കുക? ഇല്ല, ആളെ പോസിറ്റീവ് അല്ല, കാണിക്കുന്ന നെഗറ്റീവ് ആണെങ്കിലും മൊത്തം പോസിറ്റീവ് ആയിട്ടാ നിക്കുന്നത്. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിക്കും, നമ്മളോടെ നിക്കും എല്ലാ കാര്യത്തിനും. അതൊരു ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ പറയാനോ താല്പര്യമില്ല. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എല്ലാവർക്കും നെഗറ്റീവ് ഒന്നുമില്ല. അതിനെപ്പറ്റി പോസിറ്റീവ് പുള്ളിയും പറഞ്ഞ പോലെ ഫുള്ള് പോസിറ്റീവ്. അല്ല നെഗറ്റീവ് ആണ് അവൻ എന്ത് പറഞ്ഞാലും നമ്മളിപ്പം അതുണ്ട്. നമ്മളിപ്പം ഒരു കാര്യം പറയുമ്പം എടാ അങ്ങനെ സംഭവിക്കാമല്ലോ, അപ്പം എടാ എന്നാലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആളെയും പറയത്തുള്ളൂ, നെഗറ്റീവ് പറയത്തുള്ളൂ. എന്നിട്ടേ പിന്നെ പോസിറ്റീവിനെ പറ്റി ചിന്തിക്കുക. പിന്നെ പറയും നമ്മൾ എന്താ ഇതിനെ പറ്റി സംസാരിക്കുന്നത്, പക്ഷെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. അതേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. പോസിറ്റീവ് പറയാം. എത്ര ഊക്കിയാലും പ്രതികരിക്കത്തില്ല, അതുപോലെ തന്നെ നിൽക്കും, ഒന്നും പറയത്തില്ല. പിന്നെ നെഗറ്റീവ് അങ്ങനെ നമ്മള് ഊക്കുന്നവനോട്ട് കത്തുന്നില്ല. അല്ലല്ല, റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ഞങ്ങള് വേറെ ഒരു വണ്ടിക്കകത്ത് കയറിയിട്ട് തിരിച്ച് ആ വണ്ടി എടുക്കാനായിട്ട് സ്പോട്ടിലെത്തി. ഞാനൊക്കെ ഇങ്ങനെ ചെന്നൈ പോയപ്പോ ഞാൻ കണ്ടു, നമ്മൾ റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോലീസുകാർ വന്ന് ടൈ ചെയ്ത് എടുത്തോണ്ട് മറ്റേ ലോറി കെട്ടിക്കൊണ്ടുപോകും ഉടനെ. എന്നിട്ട് കാര്യമായി ചെന്നൈ കൊണ്ട് വണ്ടി വെക്കാനത്. പക്ഷെ പുള്ളിയത് സീരിയസ് ആയിട്ടാ പറഞ്ഞത്. തമാശക്ക് പറഞ്ഞ നമ്മള് അവൻ സീരിയസ് ആയിട്ട് പറയും. ഇപ്പൊ അന്നേരം എന്താ റോഡ് മൊത്തം ബ്ലോക്കായി വണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞ മറ്റേ ബാഹുബലിയില് മറ്റേ പൽവൽദേവന്റെ വണ്ടിയിൽ അരിഞ്ഞരിഞ്ഞു പോകുന്നത്. അവൻ പറഞ്ഞ അത് വണ്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഈ ബ്ലോക്ക് ആക്കുന്നവരൊക്കെ ഇങ്ങനെ തട്ടി പോണെന്ന് പറഞ്ഞു. ഉടനെ എല്ലാരും സൈലന്റ്. ഉടനെ ഒരാള് പക്ഷെ അത് ഇവിടെ ഒട്ടിക്കാൻ പറ്റത്തില്ല, ഒരാളടുത്ത് പറയാനോ പറഞ്ഞു. സീരിയസ് ആയിട്ട് എടുക്കും. സീരിയസ് ആയിട്ട് പറയുന്ന പുള്ളി എന്തോ എടുക്കുന്നതെന്ന് പുള്ളിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി പീസ് ആയിട്ട് മാറുന്നത് കോമഡി പീസ്. കാരണം പുള്ളി ആത്മാർത്ഥത പുള്ളി. ഇപ്പൊ 10:30 വരാൻ പറഞ്ഞാൽ 10:20 ആകുമ്പോ വരും. ഞാൻ ഇപ്പൊ കുളിച്ചു പോലും കാണത്തില്ല, എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അവന്റെ നോട്ടത്തിൽ അമ്മ പോയി കുളിക്കാൻ തോന്നുന്നു. അപ്പൊ മൊത്തത്തില് കൂട്ടത്തില് ലേറ്റ് ആയിട്ട് വരുന്നവരാ ഇപ്പൊ എല്ലാരും. നിങ്ങൾ ഒരു ദിവസം ഏകദേശം എത്ര സമയം എടുക്കും ഒരു റീല് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത്? ഡെയിലി റൊട്ടീൻ എങ്ങനെയാ വരുന്നത്? അതായത് ഇപ്പം ഞങ്ങളിപ്പം മെയിനായിട്ട് വീഡിയോ ഇടുന്ന ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. അപ്പൊ ഒരു വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് ഇരുന്ന് ഞാനും ഇവനും കൂടെ സെറ്റ് ചെയ്തിട്ട് വെള്ളിയാഴ്ച ഷൂട്ടിങ്, പിന്നെ അന്ന് തന്നെ പറ്റുമെങ്കിൽ ഡബ് ചെയ്ത് തീർക്കും. പിന്നെ BGM ശനിയാഴ്ച രാവിലേക്കുള്ളിൽ ഇട്ടിട്ട് കയറ്റിയ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം മാക്സിമം. സിനിമകളുടെ അങ്ങനെ വന്നിട്ടില്ല. സ്ക്രിപ്റ്റിനായിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റിന് എഴുതാനായിട്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഭിനയിക്കാനുള്ള ഇതുകൊണ്ടൊരു പ്ലോട്ട് സെറ്റ് ചെയ്യുക, എടുക്കുക, ആ പരിപാടി അല്ല. സ്ക്രിപ്റ്റിനായിട്ടിരുന്ന് കുത്തിയിരുന്ന് എഴുതുക, ആ പരിപാടി ഇല്ല. സ്ക്രിപ്റ്റിനായിട്ട് ആൾക്കാരെ വിളിക്കുന്നത് അവരടുത്ത് പറയുന്നുണ്ട് നമുക്ക് സ്ക്രിപ്റ്റിന് താല്പര്യമില്ല. പിന്നെ കൊച്ചു സിനിമകളിലൊക്കെ വരുന്നുണ്ട്, അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നല്ലത് നോക്കി. നിങ്ങൾക്ക് ഇങ്ങനെ ചെറുപ്പത്തിലെ ആക്ടിങ്ങിനോട് ഇഷ്ടം തോന്നി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം തോന്നി ഏതെങ്കിലും മൊമെന്റ് ഓർമ്മയുണ്ടാവും? സ്കൂള് അതായത് മറ്റേ എന്റെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞായറാഴ്ച സിനിമയ്ക്ക് കൊണ്ടുപോയായിരുന്നു. വാപ്പ എല്ലാ ഞായറാഴ്ചയും പോയി സിനിമ കാണും. അങ്ങനെ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ സിനിമയ്ക്ക് ഞാൻ ഞായറാഴ്ച പോയി സിനിമയ്ക്ക് പോകും. ഇവന്റെ അടുത്ത് തിങ്കളാഴ്ച വന്ന് കഥ പറയും. പിന്നെ ഞാൻ ഇവനും കൂടെ 6ാം ക്ലാസ്സിൽ മറ്റേ പരിപാടി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കുറച്ച് പരിപാടി കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്ക്രിപ്റ്റ് കണക്ക് നാടകം കണക്ക് സെറ്റ് ചെയ്തിട്ട് ഫ്രീ പീരീഡ് അത് പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ അവര് കൈയടിക്കും. കൊള്ളാം പരിപാടി. പണ്ടേ എന്റെ നടൻ ഇതാ. ബാക്കിയുള്ളവരോ? ഞാൻ പ്രിയദർശി, ഇത് മോഹൻലാൽ, അങ്ങനെ കൊണ്ടുകിടന്ന്. ഞാൻ പണ്ട് ഈ ടിക്ടോക്ക് ഉള്ള സമയത്തൊട്ടെ മറ്റേ നമ്മുടെ ഡബ് സ്മാഷ് ആ സംഭവമായിരുന്നു. ഞാനൊക്കെ ചെയ്യുമായിരുന്നു ഡബ് സ്മാഷ് ചെയ്ത്. അങ്ങനെ ആക്ടിങ്ങിനോട് അപ്പോഴേ ഇഷ്ടമുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു? കമന്റ് ഒക്കെ എങ്ങനെയായിരുന്നു?
അതിനകത്ത് ഏതോ 1-2 വീഡിയോ കൊണ്ട് 30K 20K ആയിട്ടുണ്ടല്ലോ. വീട്ടുകാരി ഒതുങ്ങി പോകും, നാട്ടുകാർ ഹെഡ് ക്യാമ്പയിനാ. പക്ഷേ വീട്ടിലെല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ആ സമയം ചെയ്യുന്നോട്ടെ 5 ലൈക്കൊക്കെ ഉണ്ട്. അതാണ് ഭയങ്കര സപ്പോർട്ടാ. ആക്ടിങ്ങിനോട് അപ്പഴേ വാപ്പ പറഞ്ഞു, മോനെ നീയാണ് നമ്മുടെ നടൻ. വീട്ടിൽ കുറെ അവാർഡുകളൊക്കെ ഉണ്ട്. അല്ല ആ, ആക്ടിങ്ങിനോട് acting. പിന്നെ പുള്ളി സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഓടും. ഓടും നല്ല ഓട്ടോ. ഇപ്പോഴും ഓടും. പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ നിർത്തിയിട്ടില്ല. ഓടിക്കൊണ്ടിരിക്കുക. ഇത് പറ, ഇതാ കേക്കണ്ട. അത് ആക്ടിങ്ങിലോട്ട് അല്ല, എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മളോടുള്ള ഒരു ഇതില്ല. ആക്ടിങ് നീ അടുത്ത ഷഹബാസിനെ അറിയണം. വന്നിടത്തോട്ട് നമ്മുടെ ഇവിടെ വരാനുള്ളത്. അതല്ല, അത് മറ്റേ ഉത്സവത്തിന്റെ ഇത് പറഞ്ഞല്ലോ, അമീൻ പറഞ്ഞ ഡയറക്റ്റുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇവന്റെ കൂടെ പഠിച്ചതാണ്. ഇവനാണ് നമുക്ക് ഇവരെ പരിചയപ്പെടുത്തിയത്. ഞാൻ പരിചയപ്പെട്ടത് അമീന്റെ വഴിയാണ്. അവൻ കറങ്ങി തിരിഞ്ഞ് വന്ന് അത് വഴിന്ന് കയറ്റി കൊണ്ടുവന്നു. നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ, ക്യാമറയുടെ അങ്ങനെ നമ്മള് ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് എന്തോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? കൊല്ലം. കൊല്ലം ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചു. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചത്. ഞാനും ഇവനും ട്യൂഷൻ ഒരുമിച്ചായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കണക്ഷൻ ആയിരുന്നു. അവസാനം എത്തി ഒരുമിച്ച്. അങ്ങനെ ഇവൻ അമീൻ ആദ്യം കാണുന്നത് ഞാൻ ഇവന്റെ വീട്ടിൽ വെച്ചിട്ട്, ഇവന്റെ വീട്ടിൽ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കാൻ വേണ്ടി എന്തോ പോയതാ. നോക്കുമ്പോ ഒരുത്തൻ താടിയൊക്കെ വളർത്തി ഭയങ്കര താടിയാ. റൂമിൽ കയറി വരുന്നു. ഞാൻ ആദ്യം ഇരുട്ട് മാമാന്ന് ആദ്യം വിളിച്ചത്. ഇവന്റെ ഇത് കണ്ടിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴും ഇവൻ പറയാം നമ്മുടെ പ്രായമാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമീനെ കാണുന്നത്. പിന്നെ അഭിനയിച്ചിട്ടുള്ള അത് ഇപ്പോ മറ്റേ ഉത്സവത്തിന്റെ ഇതിനു വേണ്ടി അമീൻ എന്തോ വൈകിട്ട് എന്തോ വിളിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാം. അടിപൊളി ക്യാരക്ടറാന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം പോയി. അപ്പൊ ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവന്മാര് പറഞ്ഞടാ ഒരു ഉത്സവത്തിന്റെ ഇതിലാണ്, അപ്പൊ ആൾക്കാരൊക്കെ കാണും, അതിന്റെ ഇടയിൽ അഭിനയിക്കാൻ കുഴപ്പമൊന്നുമില്ല ഉണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു അതിനെന്താ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ടേക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ടേക്കിലല്ല ഓക്കെ. അപ്പൊ ഭയങ്കര ഒരു ഇത് തോന്നി. അപ്പൊ ഇവന്മാരെ കൊണ്ട് അവിടെ കിടിലോടാ എന്തോടാ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര സംഭവം തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഗേൾസിന്റെ കമന്റ്സ് ഒക്കെ വന്നു. അയ്യോ പിന്നെ ഒരു അതില് ഫോണൊക്കെ വിളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഞാൻ അറിയുന്ന ഇത് നമ്പറൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഫോൺ വിളിച്ചു. അപ്പൊ ഞാൻ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു, കൊല്ലത്തെ ബീച്ചിൽ. അപ്പൊ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ചേട്ടന്റെ അഭിനയം ഭയങ്കര കിടിലാണ്, ഭയങ്കര ഒറിജിനാലിറ്റിയാ, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാ വീഡിയോയില് പിന്നെ ഇവന്മാര് വിളിക്കുമ്പോ ഒക്കെ ചെല്ലാറുണ്ട്. ഓരോ ക്യാരക്ടർ വരും, അത് ചെയ്യും. ആ ഒരു ഇത് തന്നെ. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? നിനക്കെന്താ ഫ്യൂച്ചർ? നിന്റെ അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. എന്റെ എക്സ്പീരിയൻസ് മറ്റേ വീഡിയോ എടുക്കാൻ വിളിച്ച് അങ്ങനെ ചെന്നതാണ്. അന്നേരം അവന്മാര് ചോദിച്ചു അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ വെറുതെ തലവലിക്ക് കേറി. പിന്നെ ഇംപ്രൂവ് ആയില്ലേ? നിനക്ക് തോന്നിയില്ലേ തോന്നുന്നുണ്ട്. ഡബ് ചെയ്യും ഇപ്പൊ എല്ലാം സ്വന്തമായിട്ട്. പക്ഷെ എന്റെ ഡബ്ബൊക്കെ സഹിക്കാതായി പുള്ളി തന്നെ കയറി. അല്ല എന്തായാലും പറഞ്ഞു ആ സംഭവം ചെയ്യട്ടോ. നിങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞത് ചെയ്യൂ നമുക്ക് ഭാവി ഇല്ല. ഭാവി എന്ന് പറഞ്ഞ സിനിമ അത് തന്നെ. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോ എല്ലാരും ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകുക, ഈ മലയാളികളെ ഇതായിട്ടുള്ള ഒരു ഇതാണ്. കാരണം പൊക്കിക്കൊണ്ടുപോവുക പെട്ടെന്ന് എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല. മെയിനായിട്ട് സിനിമ നമ്മുടേതായിട്ടുള്ള ഒരു സാധനം ഇറക്കുക, അത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ടിരിക്കുക. അല്ല ഇപ്പം പഴയ കണക്കല്ല, ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഇപ്പൊ ഇത്രയും വളർന്നു. അപ്പൊ ഇനി വരും കാലങ്ങളിലൊക്കെ ഇതിന്റെയൊക്കെ എന്താവെന്ന് അറിയാം. അപ്പൊ അതിന്റെ കൂടെ നമ്മള് പിടിച്ചു നിന്നാലേ. നിങ്ങൾ എപ്പോഴും അവെയർ ആവാറുണ്ടോ? ഇപ്പൊ യൂട്യൂബിന്റെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ അൽഗോരിതം മാറിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ വേറെ സന്തോഷം അല്ല, നല്ല അത് അങ്ങനെ ഓരോ പുതിയ ഇത് വരുന്നത് നല്ല അതിൽ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചില വീഡിയോസ് ഇടുമ്പോ ഇന്ന കീവേഡ് ചേർക്കണം, ഇന്ന ഹാഷ്ടാഗ് യൂസ് ചെയ്യണം, അങ്ങനല്ല അങ്ങനെയാണ് ഇവിടെ ഇരിക്കത്തില്ല. ഇപ്പൊ ആകെ 4 ഹാഷ്ടാഗ് അങ്ങോട്ട് ചുമ്മാ കോമഡി അങ്ങനെ അത്രേ ഉള്ളൂ. നമ്മുടെ ഒന്നും ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറി പോലും വീണിട്ടില്ല. എന്ന് വെച്ചാൽ ആരും അങ്ങനെ അയച്ചു, ആകെ കുറച്ച് പേഴ്സണൽ ആളുകൾക്ക് മാത്രം അയച്ചു കൊടുത്തിട്ട് അളിയ ഒന്ന് സ്റ്റോറി ഇട്, അങ്ങനെ ആ ഒരു ഇതായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല, അങ്ങ് പോയി. അതീ കാര്യം തന്നെ. നല്ല സാധനമാണെങ്കിൽ ആളുകൾ ഒരു സമയത്ത് നമ്മളെ പൊക്കി അടിക്കും. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും മാനേജിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ഹാൻഡ്ലിങ്ങിനായിട്ടോ ഒക്കെ ഈ കൊളാബ് വർക്സിനായിട്ട്
നമ്മളെ അത്യാവശ്യം നല്ല കോണ്ടാക്റ്റിലാണ്. പുള്ളിക്കാരെ ഇങ്ങനെ ഇതടിച്ചു. അപ്പം ആഷിറിന്റെ ടീമിലുള്ള അലൻ പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇബിനു എന്ന് പറഞ്ഞ എടുത്തുണ്ട്, നീ ഒന്ന്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇവൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അതൊന്ന് റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഇങ്ങനെ വേറെ കൊളാബറേഷൻ ഒന്നും എടുക്കുന്നില്ലെന്നും പറഞ്ഞിട്ട്, കാരണം ഫസ്റ്റ് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ട് ആളുകളൊന്ന് അങ്ങനെയാണല്ലോ തുടക്കം. അങ്ങനെ വിചാരിച്ച് ഈ പെയ്ഡ് പരിപാടി ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ച് ആദ്യം ഒരു ടൈമിൽ ഇരുന്നേ.